നമസ്കാരം. റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒറ്റ കളി പോലും ജയിക്കാനാവാതെ പരാജയത്തിൻ്റെ പടുകുഴിയുടെ അടിത്തട്ടിൽ വീണ് കിടക്കുന്ന KKR ഇന്ന് അവരുടെ സ്വന്തം മൈതാനത്ത് ഈഡൻ ഗാർഡൻസിൽ വീണ്ടും ഇറങ്ങുകയാണ്. എതിരാളികളോ മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കവേ കഴിഞ്ഞ കളിയിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയ രാജസ്ഥാൻ റോയൽസാണ്. രാജസ്ഥാൻ റോയൽസ് ഇന്ന് പൊളിച്ചടുക്കി വീണ്ടും വിജയപഥത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ KKRന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിലേക്ക് ഹെറ്റ്മയർ തിരികെ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കളിയിൽ റിയാൻ പരാഗിൻ്റെ വാക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം പറഞ്ഞത് ഹെറ്റ്മയർ റെസ്റ്റഡ് ആണ് എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിട്ടോറിയസിനെ പുറത്തിരുത്തി വീണ്ടും ഹെറ്റ്മയറെ തന്നെ അവർ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് മാറ്റങ്ങൾ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബബിൾ 12 എന്ന് പറഞ്ഞാൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യും. പിന്നാലെ ധ്രുവ് ജുറലും റിയാൻ പരാഗും ഷിംറോൺ ഹെറ്റ്മയറും ഡൊണോവൻ ഫെറീറയും രവീന്ദ്ര ജഡേജയും ഇറങ്ങും. നമ്പർ 8 ജോഫ്രെ ആർച്ചർ, ദെൻ രവി ബിഷ്ണോയി, നാന്ദ്രെ ബർഗർ, തുഷാർ ദേശ്പാണ്ഡെ. ഇമ്പാക്റ്റ് സബ്ബായിട്ട് നമ്മൾ സന്ദീപ് ശർമ്മയെ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്താണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് കൊണ്ട് തന്നെ ഇറങ്ങാനാണ് സാധ്യത. കളി ജയിക്കുന്നില്ലെങ്കിലും ഇനിയിപ്പോൾ വലിയ മാറ്റങ്ങളിലേക്ക് അവർ പോകാനുള്ള സാധ്യത കുറവാണ്. പ്രോബിൾ 12 അജിങ്ക്യ രഹാനെയും ടിം സിഫേർട്ടും ചേർന്ന് ഓപ്പൺ ചെയ്യും. സിഫേർട്ടിനെ അവർ ഇപ്പോൾ കൊണ്ടുവന്നതാണല്ലോ, അതായത് സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നതല്ല, പ്ലേയിങ് ലെവലിലേക്ക് കഴിഞ്ഞ കളിയോടുകൂടി കൊണ്ടുവന്നു. അവർ അലൻ ഒരുപാട് പരീക്ഷിച്ചു, ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുമില്ല. സിഫേർട്ടിനെ കൊണ്ടുവന്നു. കഴിഞ്ഞ കളിയിൽ അങ്ങനെ പോസിറ്റീവ് റിസൾട്ടൊന്നുമില്ല. ഇക്കളിയിലെങ്കിലും അദ്ദേഹം ഫോം ആവുമെന്ന് കരുതാം. നമ്പർ 3 അങ്കരീഷ് രഘുവൻഷി, ദെൻ കാമറൻ ഗ്രീൻ, റോമൻ പവൽ, റിങ്കു സിംഗ്, അനുകൂൽ റോയ്, രമൻദീപ് സിംഗ്, സുനിൽ നരയൺ, കാർത്തിക് ത്യാഗി, വരുൺ ചക്രവർത്തി. ഇമ്പാക്റ്റ് സബ്ബായിട്ട് വൈഭവ് അറോറ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുനിൽ നരയണിനെ പിടിച്ച് വീണ്ടും ഓപ്പൺ ചെയ്യിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. വിജയിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനുകൾ അവർ പരീക്ഷിച്ച് നോക്കുകയാണ്. ഇനി പിച്ച് കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ഇതേ പിച്ച്, അതായത് പിച്ച് നമ്പർ 4 നടന്നിട്ടുള്ള മത്സരങ്ങൾ, ഏറ്റവും ഒടുവിൽ നടന്ന ആഫ്റ്റർനൂൺ ഗെയിമുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകൾ ജയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ ടീമുകൾ ടോസ് ലഭിച്ചാൽ ഏത് രൂപത്തിൽ കാര്യങ്ങളെ എടുക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഇന്ന് നല്ലൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.